ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസ അങ്ങനെ സുജി വന്നിട്ട് സാഗറിനോട് അത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ മൂത്ത മകനെക്കുറിച്ചാണ് അറിയേണ്ടത്. അതാരാണെന്ന് സാഗറിനും കൃപയ്ക്കും അറിയോ ചോദിക്കുന്നുണ്ട്. എന്താ സുജു നീ ഈ പറയുന്നത്? അത് ബലരാമനാണ് നമ്മുടെ മൂത്ത മകൻ എന്നൊക്കെയാണ് പറയുന്നത്. നീ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേനും മാനസ ആൻറ്റിയമ്മയോട് പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടത്. അപ്പോഴത്തേനും ഞാൻ ആകെ തകർന്നു പോയി സാഗർ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണം. ഒന്ന് പറയോ സാഗർ എന്ന് പറയുന്നുണ്ട്. കൃപ നേരെ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറ്റാൻ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അതായത് കൃപ പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ ആ മാനസ ചുമ്മാ പറയുന്നതല്ലേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ബലരാമനൊന്നല്ല ഞങ്ങളുടെ ഏട്ടൻ. എന്തിനാ അതൊക്കെ? ഇതൊരു കള്ളക്കഥയാണ്. അമ്മ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇതൊക്കെ വിട്ടേക്ക്, അവൾ വെറുതെ പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ബലരാമനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറഞ്ഞത്? അതിൻ്റെ കാര്യം എന്തായിരുന്നു? അത് പിന്നെ അയാളുടെ ഒരു മനുഷ്യത്വം തോന്നി എനിക്ക്, അത് മാത്രമാണെന്ന് പറയുന്നുണ്ട്. ഇല്ല കൃപ, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയണമെന്ന് സാഗർ പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അത് എല്ലാവരുടെ മുന്നിൽ വെച്ചും എനിക്ക് അറിയണം. മാനസയെ വിളിക്കണം. മാനസയെ വിളിക്കണം വെച്ചാൽ വിളിക്കണം, എനിക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് പറയുന്നു. അങ്ങനെ മാനസയെ വിളിക്കുന്നുണ്ട് കേട്ടോ. മാനസ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട്. മനസ്സ് എന്താ അങ്കിൾ എന്ന് ചോദിക്കുമ്പോഴത്തേനും ബലരാമനാണോ ഞങ്ങളുടെ മൂത്ത മകനെന്ന് ചോദിക്കുന്നുണ്ട്. അത് അങ്കിൾ, ചേച്ചിയമ്മ ഇവള് പറഞ്ഞത് ചേച്ചിയമ്മയും കേട്ടതല്ലേ? ഞാനും അത് കേട്ടിട്ട് അമ്പരം നിൽക്കണം. അതിനെങ്കൂട്ടാ ഇതിൻ്റെ സത്യാവസ്ഥ എനിക്കും അറിയണം. മാനസ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണെന്നുള്ളത്. എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല എന്തൊക്കെ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. മനസ്സിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് സാഗർ പറയുമ്പോഴത്തേനും അങ്കിൾ, എനിക്കൊരു കോൾ വന്നതാണ്, അജ്ഞാത കോൾ വന്നതാണ്. അപ്പോഴത്തേനും ഈ രഹസ്യം പറഞ്ഞപ്പോൾ ഇതിന് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സുമിത്രയെ പോയി കണ്ടു. അവളെ നിർബന്ധിച്ചപ്പോൾ അവളാണ് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചത്. ബലരാമനെ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് അവർ തട്ടിയെടുത്തതാണെന്ന രീതിയിലൊക്കെ നിങ്ങളുടെ മകനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കിതിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ തെളിവ് സഹിതം നിരത്തിയപ്പോൾ എനിക്കത് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയുന്നു. സാഗർ, ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ മകനാണോ അയാൾ? എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം, അതിനെ അന്വേഷിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണിയും കൃഷ്ണയായിട്ടാണ് കാണിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് വിഘ്നേശ്വരനോട് തനിക്ക് കിട്ടിയ എല്ലാ ഭാഗ്യത്തെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെ ഉണ്ണി നമ്പൂതിരിനെ ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നില്ല. അതിനുശേഷം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പേരുമേട്ടിലേക്ക് പോവുകയാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ അനുഗ്രഹിച്ചോടുകൂടി തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി കൂടുതൽ ശരിയായി വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ദിവസമായിരിക്കണം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴത്തേനും കൺമണിയോട് കൃഷി പറയുന്നുണ്ട്, താലി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടുകാർ പരസ്പരം അംഗീകരിച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ചും കൺമണിയെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ദിവസം മാത്രമാണ് നമ്മൾ തമ്മിൽ ഒന്നായി ജീവിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ നല്ലൊരു സുഹൃത്തുക്കളായിരിക്കും, നമുക്ക് സ്നേഹിച്ച് കഴിയാം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് പോകാം കൺമണി എന്ന് പറഞ്ഞിട്ട് കൺമണിയും കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. പിന്നീട് സാഗറിനെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ദേവ് സാറിൻ്റെ അടുത്ത് നിന്ന് അലികയിൽ ചെല്ലുന്നുണ്ട്. ദേവ് സാറിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേവ് സാറ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബലരാമൻ നിൻ്റെ മകനാണ്, നിനക്കും സുജുവിനുണ്ടായ മൂത്ത മകനാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഞാനാണ് രഹസ്യങ്ങളൊന്നും അറിയാത്തത്, മനഃപൂർവ്വം നിന്നെ അറിയിക്കാത്തതാണ്. ഇത് കൺമണിക്കും കൃഷ്ണനും കൃപയ്ക്കും അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങളോട് പറയാൻ സമയമായിട്ടില്ല എന്ന് വിചാരിച്ചു, അതാണ് ഞങ്ങൾ പറയാത്തത്. ഒരിക്കൽ ലാലി പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളെ ഫോളോ ചെയ്തു. അതുമാത്രമല്ല അവളുടെ ഫോട്ടോ കൺമണിയോട് ഞാനൊന്ന് വരച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിലൂടെ ആ രഹസ്യങ്ങൾ അറിഞ്ഞു. ജൂബിലി ഹോസ്പിറ്റലിൽ അന്ന് നേഴ്സായിരുന്നത് ലാലിയായിരുന്നു. അവളായിരുന്നു ബലരാമനെ അവളിൽ നിന്ന് എടുത്തു മാറ്റിയതെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും സാഗറിന് ആകെ വിഷമം വരുന്നുണ്ട്. എന്താ പിന്നെ ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബലരാമൻ നിൻ്റെ മകൻ തന്നെയാണ്, നീ അവനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഒന്നും അറിയാതെയാണ് അവൻ നിങ്ങളുടെ നേരെ തിരിഞ്ഞത്. അവനൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ നിങ്ങളുടെ നേരെ തിരിയില്ലായിരുന്നു. ദേവ് സാർ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്തായാലും കൃഷ്ണനോട് വരാൻ പറയാം. കൃഷ്ണുമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണനെ വിളിക്കാനായിട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന ലാലിയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയും ബലരാമനെയൊക്കെയാണ് കേട്ടോ. ബലരാമൻ ലാലിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. എന്താ കുഞ്ഞ്, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ശരിയായില്ലേ? കുഴപ്പങ്ങളൊന്നും മാറിയിട്ടില്ല ലാലിൻ്റെ, ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതെന്താ കുഞ്ഞ് അങ്ങനെ? നിങ്ങളാണോ എന്നെ ജൂബിലി ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ അച്ഛനമ്മയിൽ നിന്ന് എന്നെ പിരിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അന്ന് എനിക്ക് അവരെല്ലാവരും പറഞ്ഞതിന് നിർബന്ധിച്ചതാണ് മോനെ, അല്ലാതെ നിന്നെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കണം വിചാരിച്ചിട്ടല്ല. സുമിത്ര എന്നെ ഭീഷണിപ്പെടുത്തി എന്നിൽ നിന്ന് നിന്നെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് അന്ന് എനിക്ക് നിന്നെ എടുത്തു കൊടുക്കേണ്ടി വന്നു. അവരുടെ കൂടെ എന്നെ നിർത്തുകയും ചെയ്തു. എൻ്റെ മോനും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. ഇന്നും അവരെ അനുസരിച്ച് നിന്നു. പക്ഷേ ഇന്ന് മുതൽ അവരെ ഞാൻ അനുസരിക്കുന്നില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും.
എന്ന് പറയുന്നുണ്ട്. അവൻ്റെ കാലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെയാണ് മാനസ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നെ മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട്. ബലരാമന് ആളെ മനസ്സിലായി കേട്ടോ. എന്നെ അന്ന് രക്ഷിച്ച ആളല്ലേ, എൻ്റെ മനസ്സിൽ കയറിയ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താനിപ്പോൾ വിളിച്ചത് ഒരുപാട് പക്ഷേ നല്ല കാര്യത്തിനായി, എൻ്റെ എല്ലാ അവസ്ഥയിലും താനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു കേട്ടോ. വളരെ സ്നേഹത്തോടു കൂടിയും നാണത്തോടു കൂടി സംസാരിക്കുന്ന ബലരാമനെ കാണുമ്പോൾ ഭാഗ്യശ്രീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ഒരു നാണമൊക്കെ ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലടാ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോഴത്തേന് ഭാഗ്യശ്രീക്ക് എന്തോ ഒരു ഡൗട്ട് മണക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. അതെ, സാഗർ വിളിച്ചൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. മോനെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ പോവുകയാണ്, എല്ലാ പ്രശ്നങ്ങളും മാറിയടാ, നീ ഓഫീസിലേക്ക് വാ, ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നുണ്ട്. വേഗം വായോ, എനിക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയോട് പറയുന്നുണ്ട്, അച്ഛൻ നമ്മളെ വിളിക്കുന്നുണ്ട്, ഓഫീസിലേക്ക് വേഗം ചെല്ലാനായിട്ടാണ് പറയുന്നതെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് പോവാം സാർ എന്ന് പറയുന്നുണ്ട്. അത് വേണോ, നമ്മൾ പോവാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവല്ലേ നല്ലത്? അല്ല സർ, സർ എന്തായാലും സാഗർ സാറിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം, അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, നമ്മൾ അംഗീകരിക്കും എന്ന് പറയുന്നുണ്ട്. ഇല്ല, അമ്മയുടെ സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോൾ അച്ഛനും നിൽക്കുന്നുണ്ടാവുക, അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല സർ, നമുക്ക് നോക്കാം, ഇപ്പോൾ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴത്തേനും എന്നാൽ പിന്നെ നിൻ്റെ വാക്കുകൾ എനിക്ക് ആശ്വാസപ്രദമാവുന്നുണ്ട് കൺമണി. പക്ഷേ നമ്മൾ പോകാൻ തീരുമാനിച്ചിടത്തേക്ക് തന്നെ പോവാം, നമുക്ക് കേൾ സാറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാം, അല്ലാതെ തിരിച്ച് അലിഗേലിക്കില്ല, വീട്ടിലേക്കില്ല. കുറച്ച് ദിവസം നമുക്ക് മാറി നിന്നേ പറ്റുള്ളൂ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചല്ലേ, ഞാൻ നിന്നെ താലി കെട്ടിയില്ലേ, ഇനി അതിലെന്ത് പറഞ്ഞാലും ഞാൻ അത് ഒരിക്കലും അംഗീകരിക്കുകയില്ല, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന രീതിയിൽ കൺമണിയോട് കൃഷ് പറയുന്നുണ്ട്. പോകാൻ തീരുമാനിച്ചാൽ നമ്മൾ പോയിരിക്കും എന്ന രീതിയിൽ പറഞ്ഞിട്ട് അവർ നേരെ കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിക്കുക കേട്ടോ. ബലരാമൻ എന്തായാലും സാഗർ അതുപോലെ സുജുവും കൂടി അംഗീകരിക്കുന്ന ഒരു നിമിഷമായിട്ടാണ് വരാനായിട്ട് പോകുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്ന പ്രൊമോ ആയിട്ട്